الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أم المؤمنين أم سلمة هند بنت أمية رضي الله تعالى عنها قالت: ما خرج النبي صلى الله عليه وسلم من بيتي قط إلا رفع طرفه إلى السماء فقال: اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي. സഹീഹ് അബൂ ദാവൂദ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതവൻ്റെ വീട്ടിനുള്ളിലായിരുന്നാലും പുറത്തായിരുന്നാലും മാർക്കറ്റിലാണെങ്കിലും അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും എവിടെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുലാക്കിക്കൊണ്ടവൻ ജീവിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ സന്ദർഭത്തിലും ജീവിതത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യാനും റബ്ബിൽ തവക്കുലാക്കാനും അള്ളാഹുവിൻ്റെ സഹായം തേടാനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സന്ദർഭമാണ് വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, മസ്ജിദിലേക്കും മറ്റുമൊക്കെ ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ ഒരു ദുആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ അവർ ചൊല്ലുകയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു സമയത്തും പുറത്തിറങ്ങുമ്പോൾ തൻ്റെ ദൃഷ്ടികൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യാറുണ്ട്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല. അല്ലാഹുവേ, ഞാൻ വലാലത്തിലാകുന്നതിൽ നിന്ന്, വലാലത്തിലാക്കപ്പെടുന്നതിൽ നിന്ന്, വഴിതെറ്റുന്നതിൽ നിന്ന്. ശൈത്താൻ എപ്പോഴും മനുഷ്യനെ വലാലത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഞാൻ സ്വന്തമായി വലാലത്തിലാകുന്നതിൽ നിന്ന്, എന്നെ വേറെ ആരെങ്കിലും വലാലത്തിലാക്കുന്നതിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഔ അസില്ല ഉസല്ല, ഞാൻ തെറ്റിപ്പോകുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും വഴിതെറ്റിക്കുന്നതിൽ നിന്ന്. ഔ അദുലമ ഔ ഉദുലമ, അല്ലെങ്കിൽ ഏതെങ്കിലും അന്ധകാരത്തിൽ ഇരുട്ടിലേക്കാകുന്നതിൽ നിന്ന്, എന്നെ ആരെങ്കിലും ഇരുട്ടിലാക്കുന്നതിൽ നിന്ന്. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ അവിവേകിയായി പോകുന്ന, ജാഹിലായി പോകുന്ന ഒരവസ്ഥയിൽ നിന്ന്, ജാഹിലാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന്. അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് എപ്പിറങ്ങുകയാണെങ്കിലും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയിരുന്നു. ഈ ഹദീസിൽ കാണാം അൽ ഹസ്സു അല ദുആഇ വൽതിസാമിഹി അലാ കുല്ലി ഹാലിൻ വൽ ഹസ്സു അല തവജ്ജുഹി ഇലല്ലാഹ്. എല്ലാ സന്ദർഭത്തിലും ഒരു വിശ്വാസി റബ്ബിൽ തവക്കുലാക്കി, റബ്ബിൽ ഭരമേൽപ്പിച്ച്, റബ്ബിനെ ഓർത്തുകൊണ്ട് റബ്ബിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് അവൻ പോകുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും, വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ ബിസ്മില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ബിസ്മില്ല. ഏതൊരു സമയത്തും അവൻ അപ്രകാരമാണ് ചെയ്യുന്നത്. പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാരത്തിനൊക്കെ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു: അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സമഇ നൂറ വജഅൽ ഫീ ബസരി നൂറ വജഅൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വമിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ ആതിനി നൂറ. റബ്ബേ, നിന്റെ പ്രകാശം, അല്ലാഹുവിൻ്റെ പ്രകാശം, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. ആകാശഭൂമികളുടെ പ്രകാശമാണ്. റബ്ബിൽ നിന്നുള്ള വെളിച്ചമില്ലാതെ സഹോദരങ്ങളെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. റബ്ബിൻ്റെ നൂറ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു നൂറ് വേണം. അത് കിട്ടിയവർക്കാണ്. ജുമാ ദിവസത്തിന്റെ സുന്നത്തുകൾ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു: മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫിൽ ജുമുഅത്തിൻ, ഒരു ജുമായിൽ ഒരാൾ ഫി യൗമിൽ ജുമുഅ അളാഅ ലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈൻ. ഒരു ജുമാ ദിവസത്തിൽ ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവൻ അതിനിടയ്ക്കൊരു നൂറാണ്, അള്ളാഹുവിൽ നിന്നുള്ളൊരു വെളിച്ചം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് ഏത് സമയത്തും റബ്ബിൻ്റെ വെളിച്ചമില്ലാതെ, നൂറില്ലാതെ
സഹോദരങ്ങളെ, സന്മാർഗത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും ബറക്കത്തും പ്രകാശവും ഒക്കെ വേണം. അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. തഖ്വയെ കുറിച്ച് പറയുന്നിടത്ത് ത്വൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാ അദ്ദേഹം എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കുന്നുണ്ട്. അൻ തഅമല ബിതോഅത്തില്ലാ അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ് വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. എന്താ തഖ്വ എന്ന് ചൊല്ലിയാൽ അദ്ദേഹം അതിന് പറയുന്നത് അൻ തഅമല ബിതോഅത്തില്ലാ, നീ അള്ളാഹിനനുസരിച്ച് ജീവിക്കുക, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഏതാണ് അള്ളാഹുവിന് ഏതൊക്കെയാണ് ഇഷ്ടമായ കാര്യം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ഏത്, അത് എവിടുന്ന കിട്ടുന്നത്, അത് അള്ളാഹുവിൻ്റെ നൂറിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തുകളിലൂടെ. ഏതാണ് നന്മ, നമുക്ക് മനസ്സിൽ തോന്നിയതല്ല ഖൈറ്, പിന്നെയോ എന്താണോ ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് അത് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശം, അവരിൽ നിന്നുള്ള ഒരു വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ നീ അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാവേണ്ട ഉദ്ദേശം എന്താണ്, നീയത്ത് എന്താണ്? തർജു സവാബല്ലാഹ്, അള്ളാഹിന്റെ സവാബ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നീ ചെയ്യേണ്ടത്. അതാണ് തഖ്വ. വാൻ തത്റുക മഅസിയത്തല്ലാഹ്, അള്ളാഹുവിനെ ഡിസൊബേ ചെയ്യുന്ന, അള്ളാഹുവിനെതിരെ ചെയ്യുന്ന കാര്യങ്ങൾ നീ ഒഴിവാക്കണം, അതിനെ നീ സൂക്ഷിക്കണം. ഏതാണ് അള്ളാഹ്ക്കെതിരായ കാര്യങ്ങൾ, നമുക്കിഷ്ടമല്ലാത്തതല്ല. അലാ നൂരിൻ മിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഏതെല്ലാം കാര്യങ്ങൾ അവോയ്ഡ് ആക്കണം, ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം, ഒഴിവാക്കണം, അതാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. അപ്പൊ നീ എന്താണ് നിന്റെ മനസ്സിലുണ്ടാവേണ്ടത്? തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിന്റെ ശിക്ഷയെ നീ പേടിച്ചുകൊണ്ടാണ് നീ മാസിയത്തുകൾ, അള്ളാഹുവിനെ ഡിസൊബേ ആക്കുന്നത്, ഒഴിവാക്കുന്നത്. എൻ്റെ മനസ്സിന് ഇഷ്ടമല്ല, എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല, അല്ല. പിന്നെയോ അത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്, അത് ഞാൻ ചെയ്താൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും, അത് പേടിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് തഖ്വ എന്നത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹിൻ്റെ സവാബ് ഉദ്ദേശിക്കണം, ഒരു കാര്യം ഒഴിവാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്. സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും വിശ്വാസികൾ റബ്ബിൽ തവക്കുലാക്കി പോകുന്നു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതായ ഈ സുന്നത്തുകൾ, പ്രാർത്ഥനകളൊക്കെ ഏത് സമയത്തും, സുബഹിക്കായിരുന്നാലും മഗ്രിബിനായിരുന്നാലും അസറിനായിരുന്നാലും സുബഹി കഴിഞ്ഞ എല്ലാ സന്ദർഭത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യുന്ന, റബ്ബിനെ ഓർക്കുന്ന, റബ്ബിൽ നിന്നുള്ള ഒരു നൂറ് വിശ്വാസിയുടെ കൂടെയുണ്ട് എന്നതാണ്. ഒരു വിശ്വാസിക്ക് ദുആയില്ലാതെ അദ്ദുആഉ അൻഫഉൽ അദ്വിയ എന്നാണ്. ഏറ്റവും നല്ല ബെനിഫിഷ്യലായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, ഒരു മെഡിസിൻ, അത് ദുആയാണ് എന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നുണ്ട്. ദുആയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉള്ളത്. അവൻ ഉറങ്ങി എഴുന്നേറ്റാൽ ദുആ ചെയ്യുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഒരു മരണത്തിൽ നിന്ന് ജീവിപ്പിച്ച റബ്ബേ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിന് റബ്ബിനെ സ്തുതിക്കുന്നു. ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയും ദിക്റാണ് അവൻ ചൊല്ലുന്നത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂസി വൽ ഖബായിസ് എന്ന് ചൊല്ലിക്കൊണ്ട്, എപ്പോഴും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് എല്ലാ സന്ദർഭത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ ദിക്റുകൾ, ആ പ്രാർത്ഥനകൾ ഒക്കെ തന്നെയും. സഹോദരങ്ങളെ, അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായ ഈ ഒരു കാര്യങ്ങൾ അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുക, എല്ലാ സന്ദർഭത്തിലും ദുആ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത്, മൻ സറഹു അൻ യസ്തജീബ അല്ലാഹു ലഹു ഇൻദ ശദായിദ്. നമുക്കൊരു കഷ്ടത, പ്രയാസം വരുമ്പോൾ അള്ളാഹു ദുആയിന് ഉത്തരം നൽകണമെന്ന് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫൽയുക്സിരി ദുആ ഫിർ റഖാഇ, നമ്മൾ നോർമൽ നല്ല അവസ്ഥയിൽ, അതായത് നമ്മൾ ഹാപ്പിയുള്ള അവസ്ഥയിൽ നമ്മൾ ദുആകൾ ഏറെയാക്കണം എന്നാണ്. എങ്കിൽ ഒരു കഷ്ടത വരുമ്പോൾ അള്ളാഹു നമുക്ക് വേഗത്തിൽ ആൻസർ നൽകും. നല്ല ഹാപ്പി ഉണ്ടാകുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മൾ അള്ളാഹുവിനെ മറന്നവരെ പോലെ, ദുആ ചെയ്യാനും അവർക്ക് സമയമില്ല, അള്ളാഹുവിനെ ഓർക്കാനും സമയമില്ല. എന്നാൽ കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അവര് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയല്ല, കഷ്ടതയിൽ അള്ളാഹു ഉത്തരം നൽകണമെങ്കിൽ നോർമലായിട്ടുള്ള സമയത്ത് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ദുആകൾ പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഓരോ സന്ദർഭത്തിലെയും ദുആ പഠിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചൊല്ലിയ ഒരു ദുആയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല.
ഔ അദ്ലമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ എന്ന് പറയുന്ന ഈ ഒരു പ്രാർത്ഥന അത് നമ്മൾ പഠിക്കുക, വഴി തെറ്റാതിരിക്കാൻ, ശൈത്താനിൻ്റെ മാർഗത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി റബ്ബിനോട് തേടുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടി സ്വർഗത്തിൽ പ്രവേശിക്കാനുമെല്ലാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തപ്പുകൾ അള്ളാഹു നമുക്ക് മാഫാക്കി തരുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.